നിങ്ങൾ പ്രായമായ ഒരാളാണെന്ന് കരുതുക. ചില്ലറ അവശതകളുമുണ്ട്. യാതൊരു വരുമാനവുമില്ലാതെ നിങ്ങൾ മക്കൾക്കൊരു ഭാരമാണെന്നും കരുതുക. എന്നാൽ ഒരു തരത്തിലുള്ള ശാരീരിക പീഡനങ്ങൾ ഏൽപ്പിക്കാതെ വെറും 2-3 ദിവസം കൊണ്ട് നിങ്ങളെ നിർബന്ധിത മരണത്തിലേക്ക് അയച്ച് മക്കൾ അവരുടെ ഭാരം ഒഴിവാക്കുന്ന ഒരു രീതിയെ എങ്ങനെയാണ് കാണുന്നത്? ഇതൊരു കെട്ടുകഥയല്ല. നമ്മുടെ തൊട്ടടുത്ത സ്റ്റേറ്റായ തമിഴ്നാട്ടിൽ വളരെ രഹസ്യമായി നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ഒരു രീതിയാണിത്. എങ്ങനെയാണ് ഇത്തരം ആചാരങ്ങൾ ഉണ്ടാകുന്നത്? പലപ്പോഴും അത് അജ്ഞതയിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നതിന് ചരിത്രത്തിൽ ധാരാളം തെളിവുകളുണ്ട്. അതിന് കാലം, ദേശം, ഭൂപ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ദാരിദ്ര്യം എന്നിവയൊക്കെ കാരണമാകാറുമുണ്ട്. ചില ആചാരങ്ങൾ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണമായ അവസ്ഥയിൽ ദുരാചാരമായി രൂപാന്തരം പ്രാപിക്കാറുമുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഭർത്താവിൻ്റെ ചിതയിൽ ഭാര്യയെയും നിർബന്ധമായി ചാടിക്കുന്ന പഴയകാല ദുരാചാരം. നിയമം മൂലം നിരോധിച്ചിട്ടുണ്ടെങ്കിലും രഹസ്യമായി അതിനെ അനുകൂലിക്കുന്ന ചെറിയൊരു വിഭാഗം ഇന്നും നമുക്കിടയിലുണ്ട്. ഇതുപോലെ തന്നെ ആധുനിക സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത മറ്റൊരു ദുരാചാരമാണ് ദേവദാസ്യ സമ്പ്രദായം. ഒരു ക്രൂരമായ ആചാരത്തെപ്പറ്റി പറയാൻ വേണ്ടി ഒരാമുഖമായി ഇത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് കാര്യത്തിലേക്ക് വരാം. തമിഴ്നാട്ടിലെ ചിലയിടങ്ങളിൽ, പ്രത്യേകിച്ച് ഉൾഗ്രാമങ്ങളിൽ, പ്രായമായ മനുഷ്യരെ പൊതുവെ മക്കളും ബന്ധുക്കളും അവഗണിക്കാറാണ് പതിവ്. നടക്കാനെങ്കിലും കെൽപ്പുള്ളവർ ഭിക്ഷയെടുത്ത് ശിക്ഷാകാലം കഴിക്കും. അതിനും കഴിവില്ലാതായവർക്കാണ് ഇത്തരം പീഡനങ്ങൾക്ക് വിധേയരാകേണ്ടി വരുന്നത്. നമസ്കാരം. ലോകായനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാരുണ്യ കൊലപാതകം എന്ന ആശയം വളരെയേറെ ചർച്ചയായ ഒരു വിഷയമാണ്. തമിഴ്നാട്ടിലെ വിരുദുനഗർ, മധുര, തേനി ജില്ലകളിലെ ചില ഗ്രാമീണ സമൂഹങ്ങളിൽ നടക്കുന്ന ഒരാചാരമാണ് തലൈക്കൂത്തൽ. പൊതുവെ പ്രായമായവരെ കൊല്ലുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതിന് പലപ്പോഴും പ്രേരകമാകുന്നത് പ്രധാനമായും ദാരിദ്ര്യമാണ്. ഇതിൻ്റെ ആധുനിക വേർഷനാണ് നമ്മുടെ നാട്ടിലെ വൃദ്ധ സദനങ്ങൾ. അത് പക്ഷേ ദാരിദ്ര്യം കൊണ്ടല്ല, മറിച്ച് ബാധ്യത ഒഴിവാക്കുന്ന നിയമവിധേയമായ ഒരു മാർഗം എന്ന നിലയ്ക്ക് കൂടിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരം നിഷ്ക്രിയ ദയാവധം ഒഴികെയുള്ള എല്ലാത്തരം ദയാവധങ്ങളെയും നിയന്ത്രിക്കുന്ന ജീവിക്കാനുള്ള അവകാശത്തെ വയോധിക ഹത്യ ലംഘിക്കുന്നതാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ സെക്ഷൻ 300 പ്രകാരം ഇത് ഒരു കുറ്റകൃത്യമാണ്. നിയമവിരുദ്ധമാണെങ്കിലും ഈ രീതി അതേപോലെ ഇപ്പോഴും ചിലയിടങ്ങളിൽ രഹസ്യമായി തുടരുന്നുമുണ്ട്. 2010 തുടക്കത്തിൽ 80 വയസ്സുള്ള ഒരു മനുഷ്യൻ തന്നെ ഇതിന് വിധേയനാക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി രക്ഷപ്പെട്ട് ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ അഭയം തേടിയതോടെയാണ് ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. തൻ്റെ മരണശേഷം ഭൂമി പാർട്ടീഷൻ ചെയ്യുന്നതിനെക്കുറിച്ച് കുടുംബാംഗങ്ങൾ രഹസ്യമായി ചർച്ച ചെയ്യുന്നത് കേട്ട് രക്ഷപ്പെടുകയായിരുന്നു ആ മനുഷ്യൻ. തുടർന്നുള്ള അന്വേഷണത്തിലാണ് തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിൽ ഈ രീതി വളരെ വ്യാപകമാണെന്ന് കണ്ടെത്തിയത്. നൂറുകണക്കിന് കേസുകൾ പ്രതിവർഷം ഉണ്ടാകാറുണ്ടെന്നും കണ്ടെത്തി. പല കുടുംബങ്ങളും വീട്ടിലെ പ്രായമായ അംഗങ്ങളെ ഒരു ഭാരമായിട്ടാണ് കണക്കാക്കുന്നത്. കഠിനാധ്വാനം ചെയ്ത് സമ്പാദിക്കുന്ന പണം കുടുംബത്തിന് ഉപകാരമില്ലാതെ കിടപ്പിലായ ഒരാൾക്ക് വേണ്ടി ചെലവഴിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ തലൈക്കൂത്തൽ എന്ന് വിളിക്കുന്ന വാർദ്ധക്യ കൊലപാതകം പോലുള്ള ആചാരങ്ങളെ ആശ്രയിക്കുന്നത്. ചികിത്സിച്ചാൽ ഭേദമാകാവുന്ന അവസ്ഥയിലായിരുന്ന എത്ര വൃദ്ധരെയാണ് ദയാവധത്തിന് വിധേയരാക്കിയതെന്ന കാര്യം നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും കഴിയില്ല. മരണശേഷം അവരിൽ നിന്നുള്ള അനന്തരാവകാശം വേഗത്തിലാക്കാനും ചിലർ ഈ മാർഗം സ്വീകരിക്കാറുണ്ട്. വിവാഹം തുടങ്ങിയ ചടങ്ങുകൾക്ക് വീട്ടിൽ കിടപ്പിലായ ഒരാൾ ഉണ്ടാകുന്നത് ഒരു ദുശകനമായി കണക്കാക്കുന്ന ഒരു വിശ്വാസം ഇവർക്കിടയിലുണ്ട്. അതിൻ്റെ ഫലമായി
അത്തരം പരിപാടികൾ നടത്തുന്നതിന് മുമ്പ് അവയിൽ നിന്ന് മുക്തി നേടാൻ ചിലർ ഈ ആചാരം നടത്താറുണ്ട്. ഈ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യുന്ന സിനിമകളിൽ ഒന്നാണ് 2019 പുറത്തിറങ്ങിയ ഭാരം. ഇങ്ങനെ കൊല ചെയ്യപ്പെടുന്നത് സജീവമായ ദയാവധത്തിൻ്റെ മറ്റൊരു രൂപമാണ്. ഇത് പലപ്പോഴും സമ്മതമില്ലാതെയാണ് നടത്തപ്പെടുന്നത്. തലേക്കൂത്തൽ എന്നാൽ തലയിൽ വെള്ളം ഒഴിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. പ്രായമായവരെ ഏറെ നേരം എണ്ണ തേച്ച് മസാജ് ചെയ്ത് അതിരാവിലെ തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കുന്നതിലൂടെയാണ് ഈ ആചാരത്തിൻ്റെ ആരംഭം. ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ തോന്നും. കുളിപ്പിക്കുക എന്നാൽ അധിക സമയം തുടർച്ചയായി തലവഴി വെള്ളമൊഴിക്കുക എന്ന പരിപാടിയാണ്. തുടർന്ന് ഉയർന്ന അളവിൽ പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നതിനാൽ വൃക്ക സംബന്ധമായ തകരാറിന് കാരണമാകുന്ന തരത്തിൽ പരിധിയിലേറെ കരിക്കിൻ വെള്ളം അവരെ നിർബന്ധിച്ച് കുടിപ്പിക്കുന്നു. രണ്ടും കൂടി ആകുമ്പോൾ ശരീര താപനില പെട്ടെന്ന് കുറയുകയും വൃക്ക സംബന്ധമായ പ്രവർത്തനം മന്ദഗതിയിലാകുകയും ചെയ്യും. അങ്ങനെ പ്രായമായ ഇവർക്ക് പെട്ടെന്ന് പനി പിടിക്കുകയും 2-3 ദിവസത്തിനുള്ളിൽ മരിക്കുകയും ചെയ്യും. ചിലപ്പോൾ ഈ രീതി വിജയിച്ചില്ലെന്ന് വരാം. അങ്ങനെ വന്നാൽ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഏകദേശം 25ഓളം ബദൽ രീതികളുമുണ്ട്. മൃഗങ്ങളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന വിഷം നൽകും. അതുമല്ലെങ്കിൽ മൂക്കടച്ചു പിടിച്ച് വായിലൂടെ ബലമായി കുറേയേറെ പാൽ കൊടുക്കും. ഇത് ശ്വാസം മുട്ടി വ്യക്തി മരിക്കാനിടയാക്കും. മറ്റൊരു മാർഗമാണ് ചെളി കലക്കിയ വെള്ളം കുടിപ്പിക്കുന്നത്. അത് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ അണുബാധയും സെപ്റ്റിസീമിയയും മൂലം താമസിയാതെ ആൾ കൊല്ലപ്പെടും. ഇന്ത്യയിൽ തലക്കൂത്തൽ നിയമവിരുദ്ധമാണെങ്കിലും ദയാവധത്തിൻ്റെ ഒരു രൂപമായി ഈ ആചാരത്തിന് വളരെ കാലമായി രഹസ്യമായ സാമൂഹിക സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ തലയെക്കുത്തൽ നടത്തുന്നതിന് മുമ്പ് കുടുംബം ബന്ധുക്കളെ അറിയിക്കുകയും അപൂർവമായി ചില പ്രായമായ ആളുകൾ ഗത്യന്തരമില്ലാതെ ആത്മഹത്യക്ക് സമാനമായി മനഃപൂർവ്വം ഇത് സ്വീകരിച്ചതായും പറയപ്പെടുന്നുണ്ട്. എന്തായാലും മനുഷ്യത്വരഹിതമായ ഈ പ്രവൃത്തി അത്ര പുരാതനമായതൊന്നുമല്ല. ബ്രിട്ടീഷ് ഭരണത്തിലെ ക്ഷാമകാലത്ത് മാത്രമാണ് ഇത് പരിണമിച്ചത്. വളരെ കാലം മുന്നേ നിലനിന്നിരുന്ന ഒരാചാരമല്ലെങ്കിലും തലയെക്കുത്തൽ നിലനിൽക്കുന്ന ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കിടയിൽ ഈ ആചാരത്തിന് പൊതുവെ നല്ല സ്വീകാര്യതയാണുള്ളത്. മിക്കപ്പോഴും മാരക രോഗികളായി കിടപ്പിലായ പ്രായമായവരിലാണ് തലയെക്കുത്തൽ നടത്തുന്നത്. അത്തരം രോഗങ്ങളൊന്നുമില്ലെങ്കിലും പ്രായമായവരെ ഒരു ഭാരമായി കാണുന്ന സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങളിലും ഇത് പതിവായി നടക്കുന്ന ഒരു ആചാരമായിരുന്നു. പൂർവിക സമ്പത്ത് കൈവശപ്പെടുത്തുന്നതിനോ മാതാപിതാക്കളുടെ സർക്കാർ ജോലികൾ നേടുന്നതിനോ വേണ്ടി തലയെക്കുത്തൽ നടത്തിയ കേസുകളും ഉണ്ടായിട്ടുള്ളതായി റിപ്പോർട്ടുകളുണ്ട്. ഇത്തരം ആചാരങ്ങൾ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ മാത്രമായി പരിമിതപ്പെട്ടതാണെന്ന് കരുതണ്ട. ജപ്പാനിലെ ഉബസ്യൂട്ടെ, സെർബിയയിലെ ലാപ്പോട്ട്, സ്കാൻഡിനേവിയയിലെ അറ്റസ്റ്റുപ, ഇസ്രായേലിലെയും സാന്റിനിയയിലെയും സമാനമായ ആചാരങ്ങൾ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള നിരവധി സംസ്കാരങ്ങളിലും ഇവ കാണപ്പെടുന്നുണ്ട്. ചില ആചാരങ്ങളും വിശ്വാസങ്ങളും ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് പടർന്ന് വ്യാപിച്ചൊരു പകർച്ചവ്യാധി പോലെ ഒരുപക്ഷെ ഇതും അങ്ങനെ എത്തിയതായിരിക്കാനും സാധ്യതയുണ്ട്. മുതിർന്നവരോട് അന്ത്യകർമ്മങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാൻ തമിഴ്നാട്ടിൽ ചില ആളുകൾ ഭീഷണി പോലെ പറയാറുണ്ട്. ഉനക്കൊരു ദിവസം നാം പാൽ ഊത്ത പോരെന്ന്. അതായത് ഞാൻ നിനക്കൊരു ദിവസം പാലൊഴിച്ച് തരുമെന്ന്, എന്ന് വെച്ചാൽ നിന്നെ ഒരു ദിവസം ഞാൻ കൊല്ലും എന്നർത്ഥം. ഇത്തരം ദുരാചാരങ്ങളുടെ ഇരുട്ടിൽ നിന്ന് അറിവിൻ്റെ വെളിച്ചം പരക്കുന്നൊരു ലോകം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.